ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവത്തിൽ വിശദാന്വേഷണത്തിന് പോലീസ്. സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഭർത്താവ് ബിനു. മരണത്തിൽ വ്യക്തത വരുന്നതിന് മുൻപ് വനംവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചുവെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. പീരുമേട് പ്ലാക്കത്തടുത്ത് നിന്ന് 3 കിലോമീറ്റർ ഉൾവനത്തിൽ മീൻമുട്ടി എന്ന സ്ഥലത്ത് വെച്ചാണ് സീത മരിച്ചത്. ഇവിടെ എത്തി പോലീസ് മഹസർ തയ്യാറാക്കി. ഫോറൻസിക് സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. സീതയുടെ ഭർത്താവ് ബിനുവിന്റെയും 2 മക്കളുടെയും മൊഴി വീണ്ടും എടുക്കും. സീതയെ വനത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ സഹായിച്ച ആളുകളോടും വിവരങ്ങൾ തേടും. തെളിവുകൾ പൂർണ്ണമായും ശേഖരിച്ച ശേഷം നടപടിയിലേക്ക് നീങ്ങിയാൽ മതിയെന്നാണ് പോലീസിന്റെ നിലപാട്. അതേസമയം ഇത്തരം സംഭവങ്ങളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആധികാരിക രേഖ എന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. മരണകാരണം എന്താണ് എന്ന് ആധികാരികമായി അറിയുന്നതുവരെയെങ്കിലും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഉചിതമാണോ എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കണം. കൊലപാതക കേസിൽ മനഃപൂർവ്വം കുടുക്കാൻ വനം വകുപ്പ് ശ്രമിക്കുന്നു എന്നാണ് സീതയുടെ ഭർത്താവ് ബിനുവിന്റെ പ്രതികരണം. ഇപ്പം 10 ലക്ഷം തരാമെന്ന് പറയുന്നു. ഈ 10 ലക്ഷമല്ല എനിക്ക് വേണ്ടത്, കോടികൾ തരുമെന്ന് പറഞ്ഞാൽ എന്റെ ആളിനെ തിരിച്ചു തരാൻ പറ്റുമോ? ഈ സർക്കാർ പരമായിട്ടുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു ആളിനെ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വിവരങ്ങളാണ് സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലല്ല എന്ന് സ്ഥിരീകരിച്ചത്. 24 ഇടുക്കി.